പ്രിയമുള്ളവരെ, പുതിയൊരു ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ആണ്ടുവട്ടത്തിലെ 15-ാം ഞായറാഴ്ച. നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകമായി വിളിച്ചുവെന്നും നമ്മളെ ഓരോരുത്തരെയും ഒരു ദൗത്യം ഏൽപ്പിച്ചുവെന്നും ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആമോസിന്റെ വിളിയെക്കുറിച്ചാണ് ഒന്നാമത്തെ വായനയിൽ ഓർമ്മിപ്പിക്കുക. യൂദയ നാട്ടിലേക്ക് പോയി പ്രവചിക്കുവാനായിട്ട് ആമോസിനോട് പറയുന്നു. ആമോസ് പറയുന്നു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക പുത്രനുമല്ല, ആടുകളെ മേയിച്ചു നടന്നവനാണ് ഞാൻ. കർത്താവിനോട് അരുൾ ചെയ്ത് എൻ്റെ ജനമായ ഇസ്രയേലിൽ ചെന്ന് പ്രവചിക്കുക എന്ന ദൗത്യമാണ് ആമോസിന് നൽകുന്നത്. ആമോസ് ആ വിളി കേട്ടുകൊണ്ട് ഒരു നീതിയുടെ പ്രവാചകൻ, അല്ലെങ്കിൽ സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്നൊക്കെ പിന്നീട് അറിയപ്പെട്ടു. ദരിദ്രരെ കുട്ടിമതിക്കുന്നതിൽ നിന്നും തടിച്ചു കൊഴുത്തുകൊണ്ട് ദരിദ്രരുടെ ഭവനങ്ങളെ വിഴുങ്ങുന്നതിനെക്കുറിച്ചുമൊക്കെ ആമോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനക്ഷാമത്തെക്കുറിച്ച് ആമോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കാലം വരും അന്ന് വചനക്ഷാമമുണ്ടാകുമെന്നും ഇന്ന് ലഭിക്കുന്ന വചനത്തിൻ്റെ അനുഭവം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ആമോസ് ശക്തനായ ഒരു പ്രവാചകനായിട്ട് പിന്നീട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനൊരു പ്രവാചകനല്ല എന്ന ഒക്കെ ആദ്യം പറയുമെങ്കിലും പിന്നീട് സാമൂഹ്യ നീതിയുടെ ശക്തനായ പ്രവാചകനായി മാറുന്ന പ്രവാചകൻ തനിക്ക് ലഭിച്ച വിളിയെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റുകയാണ്. രണ്ടാമത്തെ വായനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നീതീകരിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നതിനു വേണ്ടി അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവിടുത്തെ മഹത്വത്തിന് സ്തുതിക്കും വേണ്ടി നമ്മുടെ ഓരോരുത്തരും ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാരെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുക. ഇതുവരെയും കർത്താവ് മാത്രമാണ് വചനം പ്രഘോഷിച്ചിടന്ന് രോഗികളെ സുഖപ്പെടുത്തിയത്, ശാശ്വതരെ ബഹിഷ്കരിച്ചത്, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയത്, സത്വാർത്ത അറിയിച്ചത്. ഇപ്പോൾ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഒരുക്കി അവരെ അയക്കുകയാണ് 2 പേര് വീതം. അശുദ്ധാക്കളുടെ മേൽ അധികാരം കൊടുത്തു, രോഗികളെ സുഖപ്പെടുത്തുവാൻ അവർക്ക് അധികാരം നൽകി. പക്ഷെ നിർദ്ദേശിച്ചിരുന്നു ഒരു വടി മാത്രമേ എടുക്കാം. വടി അന്നത്തെ ജീവിതത്തിന് ആവശ്യമായിരുന്നു. കുന്നും മലകയും താണ്ടി പോകുമ്പോഴൊക്കെ വടി കുത്തി കയറാനും ഇറങ്ങാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് വടി എടുക്കാമെന്ന് പറഞ്ഞു, ചെരുപ്പെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 2 ഉടുപ്പ് വേണ്ട എന്ന് പറഞ്ഞു. മറ്റ് കരുതലൊന്നും വേണ്ട, കാരണം കരുതുന്നവനായ ദൈവമാണ് നിന്റെ ദൈവമെന്ന് നീ തിരിച്ചറിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് എന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നു. ഇന്ന് നമ്മളൊരു യാത്രയ്ക്ക് മുമ്പ് എന്തെല്ലാം കരുതലുകളാണ് നാം ചെയ്യുന്നത്. ഇറങ്ങിയാൽ ഉടുക്കേണ്ട വസ്ത്രങ്ങൾ, ഏതെങ്കിലും മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ അവിടെ ഇടേണ്ട വസ്ത്രങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എല്ലാത്തരം സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, കരുതലൊന്നും വേണ്ട, കരുതുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നവർ ആ വീട്ടിൽ താമസിക്കും. അവിടെ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭവനം നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടണം. അവർ നിങ്ങളെ സ്വീകരിച്ചില്ല എന്നുള്ള സാക്ഷ്യത്തിനായി കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തണം, സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, അനുദപിക്കുവാനായിട്ട്. ശിഷ്യന്മാരുടെ യാത്ര അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. ശാശുക്കളെ അവർ പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി, അവരുടെ സത്വാർത്ത പ്രഘോഷിച്ചു. ആ അനുഭവം വലിയ അനുഭവമായിരുന്നുവെന്ന് പ്രത്യേകമായിട്ടും പറയുന്നു. അതുപോലെ
നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണാം, ദൈവം പ്രത്യേകമായിട്ടും വിളിച്ചുകൊണ്ട് ഓരോ ദൗത്യം നൽകി അയക്കുന്നു. മോശെ അഹറോനെയും ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ജനത്തെ മോചിപ്പിക്കുവാനായി ഫറവോയുടെ അടുക്കിലേക്ക്. അപ്പം ഈ ഒരു വിടൽ ദൈവം നൽകുന്നതാണ്. ജോഷുവായി ദൈവം മോശയ്ക്ക് ശേഷം ജനത്തെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കും. രാജാക്കന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ഇവരെല്ലാം അവിശ്വസ്തരായ ജനം എപ്പോഴൊക്കെ ദൈവത്തിൽ നകന്നു അപ്പോഴൊക്കെ നിർദ്ദേശങ്ങൾ നൽകുവാനും പ്രവചനങ്ങൾ നൽകുവാനും ഒക്കെ ആയിട്ടാണ് വിളിക്കുന്നത്. ഇന്നിതാ ഈ ദിവസത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രത്യേകമായൊരു ദൗത്യത്തിനാണ്. ഈ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ തക്കവിധം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിളി ഒരു ദാനമാണ്. ആ ദാനമായ വിളി അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.